ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിഗംഭീര ഭീകരതയുള്ള ഒരു ഇന്തോനേഷ്യൻ സിനിമയാണ്. 2009 ഇറങ്ങിയ മക്കാബ്രെ. അതുകൊണ്ട് തന്നെ എല്ലാത്തരം പ്രേക്ഷകർക്കും ഈ സിനിമ കാണാൻ പറ്റില്ല എന്നുള്ളത് ആദ്യമേ പറഞ്ഞേക്കാം. ഒരുപാട് വയലൻസ് രംഗങ്ങളുള്ള സിനിമ കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ സിനിമ കാണാവുന്നത് തന്നെയാണ്. സിനിമയുടെ കഥയിലേക്ക് നോക്കുകയാണെങ്കിൽ അഡ്ജലയൻ തന്നെയാണെന്ന് തോന്നുന്നു. കാരണം ഇന്തോനേഷ്യൻ സിനിമയാണ്, പേര് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, തെറ്റിപ്പോയാൽ ക്ഷമിക്കുക. അങ്ങനെ ഈ അഡ്ജലയും അയാളുടെ വൈഫും ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു. കൂടെ അവരുടെ ഒരുപാട് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഇവർ ഒരു കാറ് മാർഗമാണ് എയർപോർട്ടിലേക്ക് പോകുന്നത്. സമയത്ത് പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവർ എയർപോർട്ട് ലക്ഷ്യമാക്കി നേരെ പോകുന്ന സമയത്ത് പെട്ടെന്നൊരു പെൺകുട്ടി അവരുടെ കാറിൻ്റെ മുന്നിലേക്ക് ചാടുകയാണ്. അപ്പോൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന എക്കോ എന്ന പേരുള്ള മറ്റൊരു ചെറുപ്പക്കാരൻ ഓടിപ്പോയി ആ പെൺകുട്ടിയോട് കാര്യങ്ങൾ തിരക്കുന്നു. എൻ്റെ പേര് മായ എന്നാണെന്നും എൻ്റെ വിലപ്പെട്ട ഒരുപാട് സാധനങ്ങൾ മോഷണം പോയെന്നും അയാളോട് പറയുന്നു. കൂടാതെ എനിക്ക് വീട്ടിലേക്ക് പോകാൻ വേറൊരു വഴിയുമില്ലെന്ന് അവൾ പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കേണ്ട താമസം അവർ യാത്ര ചെയ്യുന്ന കാറിലേക്ക് അയാൾ അവളെയും ക്ഷണിക്കുന്നു. കണ്ടാൽ ഏതൊരാൾക്കും പാവം തോന്നും. അങ്ങനെയാണ് സിനിമയിൽ ആദ്യമായിട്ട് ആ ക്യാരക്ടറിനെ കാണിക്കുന്നത്. അവർ മായയുടെ വീട്ടിൻ്റെ മുന്നിലെത്തിയ ശേഷം മായ അവരോട് ചോദിക്കും, ഇവരെ വന്ന സ്ഥിതിക്ക് എൻ്റെ അമ്മയെ ഒന്ന് പരിചയപ്പെട്ടൂടെ? അപ്പോൾ അവർ പറയും, ഒരുപാട് യാത്ര ചെയ്യാനുള്ളതാണ്, ഇപ്പോൾ തന്നെ ഒരുപാട് സമയമൊക്കെ വൈകി. പക്ഷെ അവൾ അവരോട് പറയും, ജസ്റ്റ് ഒന്ന് ഹായ് പറഞ്ഞാൽ മതി, അമ്മയ്ക്ക് സന്തോഷമാകും. അതോടെ കേട്ടപ്പോൾ അവർ മനസ്സോടെ വീട്ടിനകത്തേക്ക് കയറുകയാണ്. വീടിനകത്ത് കുറച്ച് കാത്തു നിന്നതിന് ശേഷം അവരെ കാണാൻ ധാര എന്നൊരു സ്ത്രീ വരുന്നു. ആ സ്ത്രീയാണ് മായയുടെ അമ്മ. ഇവരോട് മായയുടെ അമ്മ പറയും, എൻ്റെ മോളെ സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത ഉപകാരത്തിന് എൻ്റെ രീതിയിൽ എനിക്ക് ഒരു നന്ദി പ്രകടനം ചെയ്യാനുണ്ട്. അതിനായി നിങ്ങൾക്ക് ഒരു ദിവസം ഇവിടെ നിന്നൂടെ? അവർ അതിനും മനസ്സോടെ സമ്മതിക്കുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ ഫാമിലിയിലുള്ള എല്ലാവരെയും അവർ പരിചയപ്പെടുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ അവിടേക്ക് വന്ന ആ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ് ബോധം കെടുന്നു. പിന്നീട് അവിടെ നടക്കുന്ന ഒരുപാട് ഭീകരമായ സംഭവങ്ങൾ, അതായത് ഒരുപാട് കൊലപാതകങ്ങൾ, അതൊക്കെയാണ് സിനിമയിൽ പിന്നീട് നമ്മൾ അങ്ങോട്ട് കാണുന്നത്. ഈ സിനിമയിലെ വയലൻസ് രംഗങ്ങളൊക്കെ വളരെ എഫക്റ്റീവായിട്ട് തന്നെയാണ് ഈ സിനിമയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് എങ്ങനെ അവർ ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടും എന്നൊക്കെയാണ് സിനിമയിൽ കാണിക്കുന്നത്. അതൊക്കെ വളരെ ത്രില്ലിംഗ് തന്നെ ആയിരുന്നു. നമ്മൾ ഈ തീം ഒരുപാട് ഹോളിവുഡ് സിനിമകളിലും മറ്റു പല സിനിമകളിലും നേരത്തെ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ സിനിമയിൽ വളരെ എഫക്റ്റീവായിട്ടാണ് ആ പ്ലോട്ട് കാണിച്ചിരിക്കുന്നത്. കൂടാതെ ഈ സിനിമയുടെ റൺ ടൈം വളരെ കുറവാണ്. 1973 ദ ടെക്സസ് ചെയിൻസോ മാസേക്കർ എന്ന പേരിലൊരു ഹോളിവുഡ് സിനിമ പുറത്തിറങ്ങിയുണ്ടായി. ആ സിനിമയുടെ ഒരു ഇന്തോനേഷ്യൻ വേർഷനാണെന്ന് വേണമെങ്കിൽ ഈ സിനിമയെ നമുക്ക് വിളിക്കാം. കാരണം പ്രകടമായ രീതിയിൽ തന്നെ ഈ സിനിമ ടെക്സസ് ചെയിൻസോ മാസേക്കർ എന്ന ആ സിനിമയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ ടെക്സസ് ചെയിൻസോ മാസേക്കർ എന്ന സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ ആ സിനിമയും ഓർമ്മ വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വയലൻസ് രംഗങ്ങളുള്ള ഒരു ഇന്തോനേഷ്യൻ സിനിമ കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ സിനിമ കാണാവുന്നത് തന്നെയാണ്. ഈ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് ആണ് 5/3.5. ഇതുപോലെ വ്യത്യസ്തമായ പല വിദേശ സിനിമകളുടെ റിവ്യൂ ഇനിയും ലഭിക്കാനായി മറക്കാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളുടെ സെല്ലുലോയിഡ് മാൻ.